എല്ലാ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലാണ്. 2 ക്ലാസ്സുകൾ കഴിഞ്ഞിരുന്നു. ഈ ക്ലാസ്സുകളിലായി നമ്മൾ C++ന്റെ ഡാറ്റ ടൈപ്പുകളെ പറ്റി, ഓപ്പറേറ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചു. ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ ആൽഫബറ്റ്സും ടോക്കൺസും ഒക്കെ കണ്ടു. സാധാരണ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഈ ആൽഫബറ്റ്, വാക്കുകൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സെന്റൻസ് ഫോർമേഷൻ അല്ലേ? C++ലും ഇതുപോലെ സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. C++ സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് നമ്മൾ പറയുക. സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഏറ്റവും ചെറിയ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയും. ആൻഡ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു C++ലെ പ്രോഗ്രാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകൾ, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകൾ. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് പഠിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിലും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള 4 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ സാധാരണ നമ്മൾ ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഇംഗ്ലീഷ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ഒരു പീരിയഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് എൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ C++ലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എൻഡ് ചെയ്യുന്നത് സെമി കോളൻ ഉപയോഗിച്ചാണ്. ടെർമിനേറ്റിംഗ് ക്യാരക്ടർ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ C++ ഈസ് സെമി കോളൻ. ഓക്കെ, ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക? ദീസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡിക്ലെയർ വേരിയബിൾസ്. നമ്മൾ വേരിയബിളുകൾ എന്താണെന്ന് കണ്ടിട്ടുണ്ട്. മെമ്മറി ലൊക്കേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബലുകളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വാക്കുകളാണ്, ഐഡന്റിഫയേഴ്സ് ആണ് അതെല്ലാം. C++ല് ഒരു വേരിയബിൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ വേരിയബിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കമ്പൈലറിന് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ അഡ്വാൻസ്. അപ്പൊ നമ്മൾ കമ്പൈലറിനോട് പറയും, നമ്മൾ ഇതാണ് വേരിയബിൾ ഉപയോഗിക്കാൻ പോകുന്നത്, അതിന്റെ പേര് ഇതാണ്. അപ്പൊ ആ മെമ്മറി ലൊക്കേഷന് കൊടുക്കേണ്ട പേര് എന്താണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അത് മാത്രം പോരാ, ഈ വേരിയബിളിലെ എന്ത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്ന് കൂടി നമ്മൾ പറയണം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും കമ്പൈലർ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഓരോ ഡാറ്റയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള മെമ്മറിയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ പറയണം, ഈ വേരിയബിളിന് ഇത്ര മെമ്മറിയാണ് വേണ്ടത്. അതെന്തിലൂടെയാണ് പറയുക? ഡാറ്റ ടൈപ്പിലൂടെയാണ് പറയുക. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്, അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം സെമിക്കോളൻ. ഒരു വേരിയബിൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഇനി ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഒന്നിൽ കൂടുതൽ വേരിയബിളുകൾ ഒരേ സമയം ഡിക്ലെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം 1, വേരിയബിൾ നെയിം 2, വേരിയബിൾ നെയിം 3, എക്സെട്ര എക്സെട്ര. അപ്പോൾ ലാസ്റ്റ് വേരിയബിൾ നെയിം വരെ വേരിയബിൾ നെയിം n സെമിക്കോളൻ. അങ്ങനെ എത്ര വേരിയബിളുകൾ, പക്ഷേ ഈ വേരിയബിളുകളെല്ലാം ഒരേ ടൈപ്പ് ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ടൈപ്പ് വേരിയബിൾ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ടൈപ്പിലുള്ള വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓരോ സ്റ്റേറ്റ്മെന്റും ടെർമിനേറ്റഡ് ബൈ സെമിക്കോളൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇന്റ് നം, ഇന്റിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നത്. നം എന്നാണ് അതിന്റെ പേര്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കമ്പൈലറിനോട് വേരിയബിൾ ഡിക്ലറേഷനിലൂടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇന്റ് റോൾ നമ്പർ. അപ്പൊ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ വേരിയബിളിന്റെ പേരും, ആ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇന്റിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണെന്നുമാണ് നമ്മൾ ഈ ഡിക്ലറേഷനിൽ പറയുക. മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ, WGPA, AVG_score. ഇവിടെ നമ്മൾ 2 വേരിയബിളുകളാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഒന്ന് WGPA എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ പേര് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AVG_score, ആവറേജ് സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. ആൻഡ് അറ്റ് ദി എൻഡ് യു കൂടെ സെമിക്കോളൻ. ഇവിടെ 2 വേരിയബിളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈച്ച് ഓഫ് ദീസ് വേരിയബിൾസ്
are of type double. അപ്പോൾ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും? ഈ രണ്ട് വേരിയബിളിനും വേണ്ടിയിട്ട് 8 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ വെനെവർ യു വാണ്ട് ടു യൂസ് എ വേരിയബിൾ യു ഹാവ് ടു ഡിക്ലെയർ ഇറ്റ് ഇൻ അഡ്വാൻസ് ബിഫോർ യൂസിങ് ഇറ്റ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യണം. സാധാരണയായിട്ട് നമ്മൾ പ്രോഗ്രാം തുടങ്ങുമ്പോഴാണ്, അതായത് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഈ വേരിയബിളുകളൊക്കെ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യാം. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്തിരിക്കണം എന്ന് മാത്രം. അടുത്ത സ്റ്റേറ്റ്മെന്റ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. When we use the equal sign assignment operator to assign a value to a variable, ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ that statement is known as the assignment statement. Okay, so it is used for assigning value to a variable. And the usage of this assignment statement, we have different ways in which assignment statement can be written. ഒന്ന്, variable is equal to constant. ഒരു constant value വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. Another one is variable name 1 is equal to variable name 2. ഒരു വേരിയബിളിന്റെ വാല്യൂ മറ്റൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. And the third type of assignment is variable name is equal to expression. We have learned different types of expressions in the last class. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അത് ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ we can find that the first operand of the assignment statement, അപ്പോൾ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഓപ്പറാൻഡ് ഉണ്ട്, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ RHS മറ്റൊരു ഓപ്പറാൻഡ് ഉണ്ട്. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഓപ്പറാൻഡ് LHS ഓപ്പറാൻഡ് എപ്പോഴും ഒരു വേരിയബിൾ ആയിരിക്കണം. That's a must. It should be a variable, and the right hand side can be either a constant or a variable or even an expression. Okay, that is a rule regarding assignment statement. We can see an example. A is equal to 15. 15, the value 15 is assigned to the variable A. B is equal to 5.8. Another assignment, 5.8 is assigned to the variable B. Another assignment is C is equal to A plus B. See here an expression A plus B. The value of A is substituted and the value of B is substituted. Both values are added together and the resulting value will be assigned to the variable C. Another one is D is equal to A plus B into C plus D. Like that, any expression can be used. So these are all examples of assignment statements. And remember, assignment statements are used for assigning values to variables. Next is the input statement. In the last class, we have learned about the input operator. Which is the input operator? When you put 2 greater than sign. It is also called extraction operator or get from operator. When this operator is used in a statement, we call it an input statement. And this is also a binary operator. Hence, it requires 2 operands. The first operand is an object, input stream object, and the second operand is always a variable. So the syntax of the input statement is input stream object greater than variable name. Okay, so what happens when this statement is executed? This statement is actually used for reading and storing the value to the memory location, to the RAM. Okay, if you look at this picture on the screen, you can see that the direction of data flow. Here, the standard input device is the keyboard, and Cin is an object that represents the keyboard, and it directs the data. That greater than symbol used twice can be it may look like an arrow mark which directs the data to the memory, and here variable names represent memory. So the data is passed to the data is directed towards the
variable which represents the memory location. So if we take an example, cin greater than num. Cin represents keyboard. Cin is not a keyword here. It's an object name which can be redefined. C++ is an object-oriented programming actually. So all these terms comes from the object-oriented programming paradigm. Okay, so this is how the input statement will be used. The value read from the keyboard is stored inside the variable num here using the statement cin greater than num. And similarly we have an output statement in which the data is directed towards the monitor. When you want to display data on the monitor, that can be done using the output statement. And here also the output statement, we have used the output operator, which is to less than sign, and the object that is used is cout. So the syntax follows cout less than data. Data can be the name of a variable in which data is stored. So whatever be the content of the variable will be directed towards cout, which is denoting the screen or a monitor. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് റാമിൽ നിന്നും മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു കോൺസ്റ്റന്റോ അത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്? cout എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ് which denotes the monitor. അപ്പോൾ മോണിറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. And that's what happens when the output statement is executed. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് cout less than num. num എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. cout hello friends is a string constant. So that string constant is directed towards the monitor. മോണിറ്ററിലെ hello friends എന്ന് പറയുന്ന സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു. In another case, cout less than num plus 12. What will happen here? In the right hand side, num plus 12 is evaluated. Whatever be the value of num, that is added with the 12, and the corresponding value, the result will be displayed to the monitor. Okay, you can look at the picture and identify these terms. Cout, which represents the monitor, variables which represents the memory, and that data is being transferred from the RAM to the monitor with the help of this output operator. Okay, this is how output statements are used. In another case, suppose you are going to read three variables, values to three variables. മൂന്ന് വേരിയബിളുകളിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. And for that we will be using the statement cin greater than x, cin greater than y, cin greater than z. Each statement separated by semicolon or terminated by semicolon. മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. But this can also be done with a single cin statement or input statement. Cin greater than x, greater than y, greater than z. So here what I have done is I have used the input operator more than once in the same input statement. ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നു for reading multiple values. ഒന്നിൽ കൂടുതൽ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടി. And using input operator many times in an input statement is known as cascading of input operator. This can be done with the output operator also. The output operator can be used more than once in an output statement. So for example, cout less than x, less than y, less than z. The values of all the three variables will be displayed to the monitor, displayed on the screen. So here again the output operator is used more than once. So using input output operators more than once in a input statement or output statement is known as cascading of input output operator. What is cascading? Using input operator or output operator many times in the same statement. But remember that you cannot mix input operator and output operator in the same statement. ഒരേ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഇൻപുട്ട് ഓപ്പറേറ്ററും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല.
ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ മാത്രം, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ മാത്രം. അപ്പൊ ഇങ്ങനെ നമുക്ക് കാസ്കേഡ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകെ 4 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് കണ്ടത്. ഒന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർ ഡിക്ലറിംഗ് ദ വേരിയബിൾ, then assignment statement for assigning values to variables, input statement for reading data, output statement for displaying data. And also we have seen how we can cascade input operator and output operator. ഇനി നമുക്ക് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിനകത്ത് എററുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്ററിനെ ബേസ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഒന്ന് കാറ്റഗറി, യൂണറി ഓപ്പറേറ്റർ എന്താണ്, ബൈനറി ഓപ്പറേറ്റർ എന്താണ്, ടെർണറി ഓപ്പറേറ്റർ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കുറെ ഓപ്പറേറ്റേഴ്സ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണറി ഓപ്പറേറ്റർ ആയിട്ട് മാറ്റുക, മീൻസ് ഏതൊക്കെയാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെയാണ് ബൈനറി, ഏതൊക്കെയാണ് ടെർണറി എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെ കാറ്റഗറൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിനകത്ത് എറേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, int a, b, float c. What is the error in this statement? ആ സ്റ്റേറ്റ്മെന്റ് അവസാനം സെമിക്കോളൻ ഉണ്ട്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും സെമിക്കോളൻ ഇട്ട് ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ള റൂൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരേ ടൈപ്പിലുള്ള വേരിയബിൾസ് ആണെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഡിക്ലെയർ ചെയ്യാം. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പിലുള്ള വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ആൻഡ് ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ടെർമിനേറ്റഡ് ബൈ സെമിക്കോളൻ. അപ്പൊ ഇവിടെ int a, b സെമിക്കോളൻ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലോട്ട് c എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ c എന്ന് പറയുന്ന വേരിയബിൾ ഫ്ലോട്ട് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരേ ലൈനിൽ തന്നെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. 2 ലൈനിൽ എഴുതിയ വേണമെങ്കിൽ എഴുതാം നമുക്ക്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു സെമിക്കോളൻ ഉണ്ടാവണം. ആ സെമിക്കോളൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കോമയാണുള്ളത്, അത് തെറ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 12 is equal to 8. What is wrong in this statement? ഇത് എന്ത് തരം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്? ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓപ്പറന്റ് എന്തായിരിക്കണം? ഒരു വേരിയബിൾ ആയിരിക്കണം. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? 12 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ മിസ്റ്റേക്ക്. ഇത് ശരിക്കും a is equal to 12 എന്നായിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ? 12 is equal to a എന്നല്ല. അപ്പോൾ അതാണ് അതിന്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. What is that? a is equal to 12. അടുത്ത cn greater than 15. cn greater than 50. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഈസ് എറർ? ഈ cn ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് ഓപ്പറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും ഒരു വേരിയബിൾ ആയിരിക്കണം. മെമ്മറിയിലേക്കാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. കോൺസ്റ്റന്റിലേക്ക് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് cn greater than 15 എന്നുള്ളത് മിസ്റ്റേക്ക് ആണ്. That is the reason why it is wrong. അതൊരു വേരിയബിൾ ആയിരുന്നുവെങ്കിൽ a എന്നോ b എന്നോ ഉള്ള വേരിയബിൾ ആയിരുന്നെങ്കിൽ that would have been correct. ഓക്കെ, നാലാമത്തേലേക്ക് പോവാം. cn greater than a, b. Is it correct? No, there is some mistakes. അല്ലേ? ഇവിടെ cn ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസിലേക്ക് ഡാറ്റ റീഡ് ചെയ്യാം. പക്ഷേ ഓരോ വേരിയബിളിന്റെയും മുന്നിൽ എന്തുണ്ടാവണം? ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ടാവണം. അപ്പൊ cn greater than a, greater than b, കാസ്കേഡിംഗ്, അങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. കോമ അല്ല വേണ്ടത്. അവിടെയും കൂടി ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ എത്ര വേരിയബിളിലേക്ക് വാല്യൂ റീഡ് ചെയ്യുന്നുണ്ടോ അത്രയും ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, cout greater than num. What is the mistake here? cout എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണോ വേണ്ടത്? ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ് വേണ്ടത്. വിച്ച് ഇസ് എ ഇൻസേർഷൻ ഓപ്പറേറ്റർ? ലെസ് ദാൻ ആണ്. അപ്പോൾ ലെസ് ദാൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. cout ലെസ് ദാൻ നം എന്നായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ cout മാറ്റിയിട്ട് cin എന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് cout മാറ്റി cin ആക്കുക, അല്ലെങ്കിൽ ഓപ്പറേറ്റർ മാറ്റിയിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുക്കുക. വേറൊരെണ്ണം a plus b is equal to c. ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക്? അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഓപ്പറന്റ് എക്സ്പ്രഷൻ ആവാൻ പറ്റുമോ? a plus b എന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഫോർമാറ്റ്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി അല്ല. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് മെത്തേഡ്. വേറൊരെണ്ണം നമുക്ക് കൊടുത്തിട്ടുണ്ട്, സി ഇൻ ഗ്രേറ്റർ ദാൻ വൈ. സി ഇൻ ഗ്രേറ്റർ ദാൻ വൈ, സെമിക്കോളൻ ഇല്ല എന്നതാണ് ഇവിടെ എറർ ആയിട്ട് കാണുന്നത്. ദർ ഇസ് നോ സെമിക്കോളൻ. എല്ലാ സ്റ്റേറ്റ്മെന്റും സെമിക്കോളൻ ഇട്ട് ടെർമിനേറ്റ് ചെയ്യണം. ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ അവിടെ സെമിക്കോളൻ കൂടി വേണ്ടി വരും. അടുത്തത് സി ഔട്ട് ലെസ് ദാൻ ഡബിൾ കൊട്ടേഷനിൽ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ സെമിക്കോളൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ലെസ് ദാൻ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് മിസ്റ്റേക്ക്? നമ്മളിവിടെ ഒന്നുകിൽ അത് കാസ്കേഡിങ് ഉപയോഗിച്ചുകൊണ്ട്, കാസ്കേഡിങ് ഉപയോഗിക്കുമ്പോൾ സെമിക്കോളൻ ഇടയ്ക്ക് വരാൻ പാടില്ല. ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ലെസ് ദാൻ ഡബിൾ കൊട്ടേഷൻ എക്സ്, അത് കോൺസ്റ്റന്റ് ആണ്. വീണ്ടും ലെസ് ദാൻ എക്സ്, അത് എക്സിന്റെ വേരിയബിൾ ആണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, അതിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അപ്പം അങ്ങനെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഇനി അതല്ല, സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞിട്ട് കാസ്കേഡിങ് ഉപയോഗിക്കാതെ വേറൊരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ കൊടുക്കാം. സി ഔട്ട് ലെസ് ദാൻ, അവിടെ സി ഔട്ട് കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയും നമുക്ക് അത് കറക്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗിവ് ദ റീസൺ. ഇത് ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഡബിൾ ആംപർസെന്റ് സൈൻ ഉണ്ട്, ഓർ സിമ്പിൾ ഉണ്ട്, പൈപ്പ് സിമ്പിൾസ് 2 പ്രാവശ്യം കൊടുത്ത് ഓർ ആണ്. മൂന്നാമത്തെ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് ദ പ്ലസ് സൈൻ. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഓക്കെ, നാച്ചുറൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ 3 ഓപ്പറേറ്റർ എന്ത് ഓപ്പറേറ്റേഴ്സ് ആണ്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലാസ്റ്റ് വൺ എന്താണ്? അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു റീസൺ കാണിക്കാം. പ്ലസ് ഇസ് ദ ഓഡ് വൺ ബിക്കോസ് ദിസ് ഇസ് അരിത്മെറ്റിക്. പ്ലസ് എന്ന് പറയുന്ന അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ദാറ്റ് ഇസ് ഓഡ് വൺ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പ്ലസ് ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, എക്സ്ക്ലമേഷൻ ഉണ്ട്, സ്ലാഷ് ഉണ്ട്. ഇവിടെ എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ ഏതാണ് ഓഡ് വൺ? ഒന്ന് പ്ലസ് ആണ്, ഒന്ന് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്, ഒന്ന് എക്സ്ക്ലമേഷൻ ആണ്, ഒന്ന് സ്ലാഷ് ആണ്. പ്ലസ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണ്, ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, നോട്ട് എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്, വീണ്ടും സ്ലാഷ് എന്ന് പറയുന്ന അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണ്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നില്ല. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പ്ലസ്, ഗ്രേറ്റർ ദാൻ, അതുപോലെ തന്നെ സ്ലാഷ്, ഇതെല്ലാം ബൈനറി ഓപ്പറേറ്ററുകളാണ്. വേറാസ് ഈ നോട്ട് എന്ന് പറയുന്നത് അതൊരു യൂണറി ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമുക്ക് നോട്ട് ആണ് അവിടെ ഓഡ് വൺ ബിക്കോസ് ഇറ്റ് ഇസ് എ യൂണറി ഓപ്പറേറ്റർ ആൻഡ് ഓൾ ദി അതേഴ്സ് ആർ ബൈനറി ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവാം. ഈ ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി അടുത്ത നമുക്ക് 6ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങേണ്ടത്. സോ സീ യു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ബൈ.